സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞു പോയതിനെ ചൊല്ലി കൊച്ചിയിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിൽ സംഘർഷം. ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികളും ചിക്കിംഗ് മാനേജരും തമ്മിലാണ് വാക്കുതർക്കം ഉണ്ടായത്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? എത്ര പേരാണ് അവിടെ സാൻഡ്വിച്ച് കഴിക്കാൻ എത്തിയത്? ചിക്കൻ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള അടിയും മർദ്ദനോടും ഉണ്ടായി ഇല്ലേ? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഈ എടപ്പള്ളി ഭാഗത്തുള്ള ഒരു ചിക്കിങ്ങിന്റെ ഔട്ട്ലെറ്റിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഈ ചിക്കൻ കഴിക്കാനെത്തിയ സാൻഡ്വിച്ച് കഴിക്കാനെത്തിയ വിദ്യാർത്ഥികൾ ചിലർ ഇതിൽ ചിക്കൻ കുറഞ്ഞുപോയി എന്ന് അവിടുത്തെ ജീവനക്കാരെ അറിയിക്കുകയാണ്. ഇതിന്റെ പേരിൽ അവിടുത്തെ മാനേജറുമായി വാക്കുതർക്കം, ഈ വിദ്യാർത്ഥികളുമായി വാക്കുതർക്കം ഉണ്ടായി. ആ വാക്കുതർക്കത്തിനൊടുവിൽ ഈ മാനേജർ കത്തിയെടുത്ത് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പലപ്പോഴും ഇദ്ദേഹം ആക്രോശിക്കുന്നത് ആ ദൃശ്യങ്ങളുണ്ട്. അതിനുശേഷം അകത്ത് ചെന്ന് കത്തിയെടുത്ത് ഇവർക്ക് നേരെ വരികയാണ്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ വിദ്യാർത്ഥികളിൽ ചിലർ അവരുടെ സഹോദരങ്ങളെ ഈ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം സഹോദരങ്ങളും മാനേജറും തമ്മിലും വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇരു കൂട്ടരും പോലീസിൽ പരാതി. അല്ല ഉമേഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചിക്കിങ്ങിന്റെ ഈ മാനേജർ നിരന്തരം ഇത്തരം ഈ അവിടെ എത്തുന്ന കസ്റ്റമേഴ്സിന് നേരെ ഇത്തരം അതിക്രമങ്ങൾ കാട്ടുന്ന ആളെന്നാണ് ഉമേഷ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്തരത്തിൽ ഏതെങ്കിലും പരാതികൾ ഇയാൾക്കെതിരെ നേരത്തെ ഉണ്ടായിരുന്നോ? ഇയാൾക്കെതിരെ മുൻപ് പരാതി വന്നതായി ഇതുവരെ വിവരം വന്നിട്ടില്ല. അത് സെൻട്രൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ ഇത് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് അയാൾ വലിയ പ്രകോപനം ഉണ്ടാവുകയും അങ്ങനെ അകത്തു നിന്ന് പോയി കത്തിയെടുത്ത് ഇവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നതാണ് ഈ അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികളുടെ സഹോദരങ്ങളും ഈ സംഭവ സ്ഥലത്തേക്ക് വരികയും മാനേജറുമായി പിന്നീട് അവർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഈ സാഹചര്യത്തിൽ രണ്ടു കൂട്ടരും പോലീസിൽ പരാതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഈ കത്തിവെച്ച് ആക്രമിക്കാൻ വന്നു എന്ന പരാതിയിൽ മാനേജർക്കെതിരെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ കേസെടുത്തു. തിരിച്ചും മാനേജറുടെ പരാതിയിൽ തന്നെ ആക്രമിച്ചു, ഈ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങൾ തന്നെ മർദ്ദിച്ചു എന്ന പരാതിയിൽ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങൾക്കെതിരെയും നിലവിൽ കേസെടുത്തിട്ടുണ്ട്.